അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരീക്ഷാ സമയമാണ് ഇപ്പോൾ. സ്കൂളുകളിലും മദ്രസകളിലും പരീക്ഷകൾ ആരംഭിച്ചു കഴിഞ്ഞു. വിദ്യാർത്ഥികളും മാതാപിതാക്കളും വലിയ ടെൻഷൻ അടിക്കുന്ന ഒരു സമയമാണ്. പരീക്ഷ എന്ന് പറയുമ്പോൾ എല്ലാ ആളുകൾക്കും ഒരു പേടിയാണ്. ചില കുട്ടികൾ എല്ലാം പഠിച്ചു പോകും, പരീക്ഷാ ഹാളിലെത്തുമ്പോൾ എല്ലാം മറന്നു പോകും. കുട്ടികളെക്കാളും കൂടുതൽ ടെൻഷൻ ഉള്ളത് മാതാപിതാക്കൾക്കാണ്, ഉമ്മമാർക്കാണ്. നമ്മുടെ കുട്ടികള് നല്ല നിലക്ക് പരീക്ഷ എഴുതാൻ, ഓർമ്മശക്തി ഉണ്ടാകാൻ, പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കാൻ, പഠിച്ചതെല്ലാം പെട്ടെന്ന് ഓർമ്മയിൽ വരാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഓതേണ്ടത്, എന്താണ് മന്ത്രിക്കേണ്ടത്, പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് നിരന്തരമായി ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. സൂറത്തുൽ ഇൻഷിറാഹ് അറിയാത്തവര് നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല. സൂറത്തുൽ ഇൻഷിറാഹിന്റെ പ്രത്യേകതകൾ, മഹത്വങ്ങള്, ഗുണങ്ങള്, ഫലങ്ങള് പറഞ്ഞ സ്ഥലത്ത് കാണാം. ലിസാലത്തുൽ ഹമ്മി വൽ കർബി വൽ ഖൗഫി വകസ്റത്തുൽ ഹിഫ്ള്. കസ്റത്തുൽ ഹിഫ്ള് പെട്ടെന്ന് മനപ്പാഠമാകാൻ, ഭയം നീങ്ങാൻ, ടെൻഷൻ നീങ്ങാൻ, ദുഃഖങ്ങൾ നീങ്ങാൻ സൂറത്തുൽ ഇൻഷിറാഹ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. തഖ്തൂഫി ഇനാഇൻ സുജാജിൻ, ഒരു പ്ലേറ്റില് സൂറത്തുൽ ഇൻഷിറാഹ് എഴുതുക, ഒരു പിഞ്ഞളത്തിൽ എഴുതുക. എന്നിട്ട് ബിമാഇൻ വർദിൻ, പനിനീർ വെള്ളം കൊണ്ട് അത് മായ്ച്ച്, വയശ്റബുഹ, അത് മായ്ച്ച് കുടിച്ചാൽ, പരീക്ഷ സമയത്ത് ഇങ്ങനെ ചെയ്താൽ തസീലുൽ ഹമ്മു വൽ കർബു ഇൻഷാ അല്ലാഹ്, പരീക്ഷ സമയത്തുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ടെൻഷനുകളും മാറിക്കിട്ടും, നല്ല നിലക്ക് പരീക്ഷ എഴുതാനും സാധിക്കും. ഇതിപ്പോ പ്ലേറ്റും അതുപോലെ തന്നെ പിഞ്ഞണത്തിൽ എഴുതാൻ കഴിയാത്തവര് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നവരുണ്ട്. അവര് 17 പ്രാവശ്യം സൂറത്തുൽ ഇൻഷിറാഹ് മന്ത്രിക്കുക. 17 പ്രാവശ്യം, അല്ലെങ്കിൽ 11 പ്രാവശ്യം, അല്ലെങ്കിൽ 7 പ്രാവശ്യം. 7, 11, 17 ഈ 3 കണക്കിൽ ഏതെങ്കിലും ഒരു കണക്ക് നാം എടുത്ത് അത് വെറും വയറ്റിൽ നാം മന്ത്രിച്ചു കുടിക്കണം. ഒന്നുകിൽ തേനിൽ മന്ത്രിക്കുക, അല്ലെങ്കിൽ പശുവിന്റെ പാലിൽ മന്ത്രിച്ച് ആ പാല് വെറും വയറ്റിൽ കുടിക്കുക. തേനാണെങ്കിലും തേന് വെറും വയറ്റിൽ കുടിക്കുക. തേനും അതുപോലെ തന്നെ പാലും ഇല്ലാത്തവര് നല്ല വെള്ളത്തിൽ മന്ത്രിച്ച് ആ വെള്ളം വെറും വയറ്റിൽ കുടിക്കുക. അതുപോലെ തന്നെ മറ്റൊരു രൂപം മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മൻ ഖാല കുല്ല യൗമിൻ യാ ഫത്താഹ് ബഅദ സ്വലാത്തി സുബ്ഹി 70 മറ, പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് കുട്ടികൾ യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ദിക്ർ 70 പ്രാവശ്യം നെഞ്ഞിൽ കൈവച്ച്, വലത് കൈ നെഞ്ഞിൽ വെച്ച് യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ദിക്ർ ചൊല്ലി പരീക്ഷയ്ക്ക് പോയാൽ സഫാ ഖൽബഹു വനാല തൗഫീഖ ഫീ ജമീഇ ഉമൂരി, അവന്റെ ഖൽബ് നല്ല പ്രകാശിക്കും. എന്ന് പറഞ്ഞാൽ ഖൽബിലുള്ള എല്ലാ ടെൻഷനും മാറിക്കിട്ടും, പരീക്ഷ പേടി മാറിക്കിട്ടും. അതുപോലെ തന്നെ വനാല തൗഫീഖ ഫീ ജമീഇ ഉമൂരി, അവൻ നേരിടുന്ന എല്ലാ കാര്യങ്ങളിലും നല്ല തൗഫീഖുകൾ ഉണ്ടാകും, ഭാഗ്യങ്ങൾ ഉണ്ടാകും. പരീക്ഷ അവന് വിചാരിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ അവനിക്ക് എഴുതാൻ സാധിക്കും. ഇത് പരീക്ഷ മാത്രമല്ല, ഇന്റർവ്യൂവിന് പോകുമ്പോഴും ഒരു ജോലി സംബന്ധമായ കാര്യത്തിന് പോകുമ്പോൾ ഇങ്ങനെ ചെയ്തു പോയാൽ വലിയ വിജയവും വലിയ സന്തോഷവും ലഭിക്കും.
ഈ രണ്ട് കാര്യങ്ങൾ നാം നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുത്താൽ ആ മക്കളെ പരീക്ഷയിൽ ഉന്നത വിജയം സാധിക്കും. അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നമുക്കറിയുന്ന സ്വലാത്ത് ഏതാണ്, ആ സ്വലാത്ത് ചൊല്ലി പോവുക. നാരിത്ത് സ്വലാത്ത് ആണെങ്കിൽ നാരിത്ത് സ്വലാത്ത്, അതുപോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹ്, അതാണ് ഏറ്റവും നല്ലത്. ഫാത്തിഹ് എന്ന് പറഞ്ഞാൽ വിജയം. ഫാത്തിഹ് എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും വിജയം തരുന്ന അല്ലാഹു. അപ്പൊ സ്വലാത്തുൽ ഫാത്തിഹ് എന്ന് പറഞ്ഞാൽ എല്ലാം അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും തുറന്നു കിട്ടുമെന്നാണ് മഹാന്മാര് പഠിപ്പിച്ചത്. അപ്പൊ സ്വലാത്തുൽ ഫാത്തിഹോ നമുക്കറിയുന്ന ഏത് സ്വലാത്തുമാകട്ടെ അതൊരു 33 വട്ടം ചൊല്ലി പോയാൽ നമുക്ക് വലിയ വിജയമുണ്ടാകും. എല്ലാ കാര്യങ്ങളും വിജയിക്കും. നാം ഇറങ്ങുന്ന, നാം തൊടുന്ന എല്ലാ കാര്യങ്ങളിലും നല്ല വിജയമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്കൊക്കെയും പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്ക് നല്ല നിലക്ക് പരീക്ഷ എഴുതി നല്ല വിജയം അല്ലാഹു എല്ലാ കുട്ടികൾക്കും പരീക്ഷയിൽ നല്ല വിജയം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നമ്മുടെ മക്കളൊക്കെയും റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന നല്ല അനുസരണയുള്ള മക്കളെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. പഠിക്കാൻ നല്ല കഴിവുള്ള, നല്ല ബുദ്ധിശക്തിയുള്ള മക്കളെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. സൂറത്തുൽ ഇൻശിറാഹ് എല്ലാ ദിവസവും മന്ത്രിച്ച് വെറും വയറ്റില് വെള്ളത്തിലോ തേനിലോ പാലിലോ കുടിച്ചാൽ ആ ദിവസം നമുക്കൊരു ടെൻഷനും ഉണ്ടാകൂല എന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ഇൻശിറാഹ് എല്ലാ നിസ്കാരങ്ങൾക്കും ഉടനെ 5 വക്ത് നിസ്കാരങ്ങൾക്ക് ഉടനെ ഒരാള് ചുരുങ്ങിയത് ഒരു വട്ടം സൂറത്തുൽ ഇൻശിറാഹ് ഓതിയാൽ അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അവനിക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. സമ്പത്ത് നൽകും, പണം നൽകും, മക്കള് നൽകും, വാഹനം നൽകും, വീട് നൽകും. ദുന്യവിയായ ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെയും അല്ലാഹു അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ നൽകും. അത്രയും മഹത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ ഇൻശിറാഹ്. സൂറത്തുൽ ഇൻശിറാഹിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ടെൻഷനുകളും, വിഷമങ്ങളും, പ്രയാസങ്ങളും, ബുദ്ധിമുട്ടുകളും അല്ലാഹു നീക്കിത്തരട്ടെ. മരണം വരെ സൂറത്തുൽ ഇൻശിറാഹ് പതിവാക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പരീക്ഷ എഴുതാൻ പോകുന്ന നമ്മുടെ മക്കൾക്കൊക്കെയും നല്ല നിലക്ക് പരീക്ഷ എഴുതി വിജയിക്കുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.